ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ 2-1 പിന്നിലായ ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തി താരങ്ങളുടെ പരിക്ക്. മാഞ്ചസ്റ്ററിലെ ജൂലൈ 23 നാലാം ടെസ്റ്റ് ആരംഭിക്കാനിരിക്കെ നാലാമത്തെ താരത്തിനും പരിക്ക്. ജിമ്മില് പരിശീലനത്തിനിടെ ഓൾറൗണ്ടര് നിതീഷ് റെഡ്ഡിക്കാണ് പരിക്കേറ്റത്. ഇംഗ്ലണ്ടിനെതിരായ ശേഷിക്കുന്ന 2 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നിതീഷ് റെഡ്ഡിക്ക് കളിക്കാനാവില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്കാനിങ്ങില് കാൽമുട്ട് ലിഗമെന്റിന് പൊട്ടല് കണ്ടെത്തിയതായി ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റ അർഷ്ദീപ് സിംഗിന് ശേഷിക്കുന്ന 2 മാച്ചുകളില് കളിക്കാനാവില്ലെന്ന് കണ്ടെത്തിയതോടെ അൻഷുല് കമ്പോജിനെ ടീമിലേക്ക് വിളിച്ചതിന് പിന്നാലെയാണ് നിതീഷ് റെഡ്ഡിയുടെ പരിക്ക്. ആകാശ് ദീപും പരിക്ക് കാരണം അടുത്ത മാച്ചിനില്ല. 5ാം ടെസ്റ്റില് അദ്ദേഹം കളിക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. പരിക്കില് നിന്ന് മുക്തനാവാത്തതിനാല് വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പര് ബാറ്ററുമായ ഋഷഭ് പന്തിന്റെ സേവനം മാഞ്ചസ്റ്റർ ടെസ്റ്റില് ഇതുവരെ ഉറപ്പാക്കാനായിട്ടില്ല. നിതീഷ് റെഡ്ഡിക്ക് കൂടി പരിക്കേറ്റത് വലിയ തിരിച്ചടിയാണ്. പരമ്പര ജയിക്കാന് ഇനിയുള്ള 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ട സാഹചര്യമാണ് ടീം ഇന്ത്യ അഭിമുഖീകരിക്കുന്നത്. ലീഡ്സില് ആദ്യ ടെസ്റ്റില് നിതീഷ് റെഡ്ഡിയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ബർമിഹാമില് നടന്ന 2ാം ടെസ്റ്റില് കളിച്ചെങ്കിലും കാര്യമായ സംഭാവനകള് നൽകുന്നതില് പരാജയമായി. ലോർഡ്സിലെ 3ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സില് ഒരു ഓവറില് സാക് ക്രൗളിയെയും ബെന് ഡക്കറ്റിനെയും പുറത്താക്കി സാന്നിധ്യം അറിയിച്ചു. 2ാം ഇന്നിംഗ്സില് ക്രൗളിയെ വീണ്ടും പുറത്താക്കി. മാത്രമല്ല 2 ഇന്നിംഗ്സുകളിലും യഥാക്രമം 23ഉം 13ഉം റൺസ് നേടി. സ്റ്റാർ പേസര് ജസ്പ്രീത് ബുംറ ആവട്ടെ പുറംവേദന ഭയന്ന് പരമ്പരയിലെ 3 മത്സരങ്ങളില് മാത്രമാണ് കളിക്കുന്നത്. മാഞ്ചസ്റ്ററില് അദ്ദേഹം കളത്തിലുണ്ടാവും. 3ാമത്തെയും 4ാമത്തെയും ടെസ്റ്റുകൾക്കിടയില് 8 ദിവസത്തെ ഇടവേള ഉള്ളതിനാലാണിത്.